ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈറ്റോസിസിനെ പറ്റിയാണ്. മൈറ്റോസിസ് ഡിസ്കവർ ചെയ്തത് ഫ്ലെമിംഗ് ആണ്. 1879 ഫ്ലെമിംഗ് മൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു ഡിവിഷൻ ഡിസ്കവർ ചെയ്യുന്നത്. എന്താണ് മൈറ്റോസിസ്? മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് 2 ഡോട്ടർ സെൽസായി ഡിവൈഡ് ചെയ്യുകയും ആ 2 സെൽസും പേരൻറ്റ് സെല്ല് എങ്ങനെയാണോ അതുപോലെ തന്നെ സെയിം എമൗണ്ട് ഓഫ് DNA കണ്ടൻറ്റ്, സെയിം നമ്പർ ഓഫ് ക്രോമസോംസ്, അതുപോലെ സെയിം നമ്പർ ഓഫ് ജീൻസും ആണ് എങ്കിൽ അതിനെ നമ്മൾ മൈറ്റോസിസ് അല്ലെങ്കിൽ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് വിളിക്കും. മൈറ്റോസിസ് എന്ന് പറയുന്ന ഒരു സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷനാണ്. അതാണ് ആക്ച്വലി ജനറ്റിക് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഓർഗാനിസത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, സമഗ്രത മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് റോള് പ്ലേ ചെയ്യുന്നത് മൈറ്റോസിസ് ആണ്. അതുപോലെ സൊമാറ്റിക് ക്രോമസോംസിൻ്റെ നമ്പർ സക്സസീവ് ജനറേഷൻസിനകത്ത് പ്രിസർവ് ചെയ്ത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ മൈറ്റോസിസ് ആണ്. യൂണിസെല്ലാർ ഓർഗാനിസംസിനകത്ത് അതൊരു ഫണ്ടമെൻ്റൽ മെക്കാനിസമാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയും ജനറ്റിക് ട്രാൻസ്മിഷൻ്റെയും. പക്ഷേ മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിനകത്ത് മൈറ്റോസിസ് എന്ന് പറയുന്നത് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, റിപ്പയർ, റീജനറേഷൻ, റീവൈറ്റലൈസേഷനൊക്കെയുള്ള ഒരു മീൻസായിട്ടാണ് മൈറ്റോസിസിനെ മൾട്ടി സെല്ലാർ ഓർഗാനിസംസ് കാണുന്നത്. മിക്ക യൂക്യാരിയോട്ടിക് സെൽസിനും സിമിലർ ആയിട്ടുള്ള മൈറ്റോട്ടിക് മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കൺട്രോൾ സിസ്റ്റമാണ് അവരെല്ലാവരും ഷെയർ ചെയ്യുന്നത്. ഈ കൺട്രോൾ മെക്കാനിസത്തിന് മ്യൂട്ടേഷനോ ആക്സിഡൻറ്റോ എന്തെങ്കിലും വഴി അവർ എക്സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെൽസ് ക്യാൻസറസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിക് ആയിട്ട് മാറും. മൈറ്റോസിസ് വഴി ഫോം ചെയ്യുന്ന ഡോട്ടർ സെൽസ് ജനറ്റിക്കലിയും അതുപോലെ തന്നെ മെറ്റബോളിക്കലിയും പേരൻറ്റ് സെൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും ഇരിക്കുക. അതുകൊണ്ടാണ് മൈറ്റോസിസിന് നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ, ഈക്വലായിട്ട് നമ്മൾ ഒരു സെല്ലിനെ 2 ഈക്വലായിട്ടുള്ള പേരൻറ്റ് സെൽ എങ്ങനെയാണോ അതുപോലെയുള്ള ഈക്വലായിട്ടുള്ള 2 ഡോട്ടർ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഇക്വേഷണൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് മൈറ്റോസിസിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട്. താങ്ക് യു.